ഈ പ്രണയത്തെക്കുറിച്ചുള്ള ഓരോ വരികളും താങ്കൾ പാടുന്നുണ്ടല്ലോ, അതിനൊരു എന്താ പറയുക, ഒരു ദീപ്തിയുടെ ഒരു ഔന്നിത്യം. ഒരുപക്ഷെ സഫലമാകാത്തൊരു പ്രണയത്തിൻ്റെ ഒരു ജ്വാല എവിടെയോ താങ്കളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രണയിനി എൻ്റെ സംഗീതമാണ്. അത് മാത്രമല്ല അങ്ങനെ ഒരു മൂഡ് നേരത്തെ ഇല്ല. കാരണം ഇങ്ങനെ ഈ ഇടിക്കണം കുത്തണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെ എങ്ങനെയാണ് പ്രണയം കൊണ്ട് നടക്കുന്നത്? അങ്ങനെ ഒരു മൂഡിലേക്ക് വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വാച്ച്, അതെ അതാണ് മൂഡ്. ഡോളർ അതാണ് മൂഡ്. മോതിരം, ചരസ്, കഞ്ചാവ്, കള്ള്, അതെ, ഇതൊക്കെ നടക്കുന്ന ഒരാൾക്ക് പ്രണയം പാടില്ല എന്നോ? പ്രണയത്തിന് സമയം വേണ്ട. ഇത് കഴിച്ചു ഉടനെ അബോധാവസ്ഥയിലാണ്. പിന്നെ പ്രണയിക്കുന്നത് ഇല്ല, പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള. പക്ഷേങ്കിൽ താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, താങ്കൾ മുംബൈയിലെത്തിയ സമയത്ത് ഒരു പ്രണയത്തിന്റെ ഒരു ഇടിവാള് മിന്നിപ്പോ. ശരിയാണ്, മിന്നിലേ? എല്ലാവർക്കും മിന്നൽ. മുംബൈയിലെത്തിയ ആദ്യ നാളുകളിൽ ഒരു മിന്നി. തീർച്ചയായിട്ടും നിഷേധിക്കണില്ല. ആ മിന്നലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ കുറെ കാലം നടന്നു അറിഞ്ഞു. അത് ശരിയല്ലേ? അത് കുറെ കാലമൊന്നുമല്ല, അതിന് 6 മാസമല്ല, 2 സെക്കൻഡിന്റെ ആയുസേ പ്രണയത്തിനുള്ളൂ. 2 സെക്കൻഡ് 6 മാസം ഞാൻ അലഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട്. എന്തായിരുന്നു 2 സെക്കൻഡ്? 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിൽ എൻ്റെ റൂമിലേക്ക് ബോംബെയിൽ ഇങ്ങനെ കയറി ചെല്ലാം, മുറിയിലേക്ക് കയറി ചെല്ലുമ്പോ न करो बात करीब जाओ, याद रह जाएगी ये रात करीब जाओ. ഇങ്ങനെ മദ്യത്തിൻ്റെ സപ്പോർട്ടും കൂടി ആയപ്പോൾ ഉറക്കെ പാടിയാ കയറുക. കോടി ഒരു ഉന്മാദത്തിൽ പാടിക്കൊണ്ടിരിക്കുക. കയറണം, കോടിപ്പടി കയറുമ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ മനോഹരമായ മുഖം, പർദ്ദക്കാത്ത്, സുന്ദരമായ മുഖം. ഇന്നും ഉണ്ട് ആ മുഖം മനസ്സിലുണ്ട്. 2 സെക്കൻഡ് നോക്കി ചിരിച്ചുകൊണ്ട്, ഇത് കേട്ടിട്ടായിരിക്കണം അവൾ ചിരിക്കണം. ചിരിച്ചിട്ട് പെട്ടെന്ന് പോയി, അപ്രതീക്ഷിതമായി. അപ്പം ഞാനിങ്ങനെ പിന്നെ അപ്പോഴാണ് ഈ പ്രണയം എന്ന് പറഞ്ഞ വികാരം എനിക്കുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുവരെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിറ്റേ ദിവസം കാലത്തെ പാടി നോക്കി, കാണുന്നില്ല. ഉച്ചക്ക് പാടി നോക്കി, വെളുപ്പിനെ പാടി നോക്കി, പാതിരാവിൽ പാടി നോക്കി, അവൾ വരുന്നില്ല. അവസാനം താഴത്തെ എൻ്റെ സിഗരറ്റ് മേടിക്കുന്ന കട, ഒരു പറ്റ് കട, അത് കട്ട് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അടിയിലാക്കി. എന്നിട്ട് പതുക്കെ അവിടെ ചങ്ങാത്തം കൂടി 2-3 ദിവസം അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് അങ്ങേരോട് ചോദിച്ചു, ഈ ഊപ്പർ കൊണ്ടെടുത്തായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, സൈ ബോംബെ വല പുറത്തേക്ക് വരില്ല, വൈസി ബാധേ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ട് മുഖം കണ്ടു ഞാൻ. അതെന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അപ്പൊ അവളെ കാണാൻ നിന്നെ കൊന്നുകളെ വരും, അങ്ങനത്തെ ആൾക്കാരാണ്. അവർ പറഞ്ഞു, ഈ കടക്കാരൻ പറഞ്ഞു, നീ സാഹസത്തിന് മുതിരണ്ടാവും, നീ അത് വിട്ടുകളഞ്ഞേക്കുന്നു. പക്ഷെ താങ്കൾ വീണ്ടും 6 മാസം പാടി അവിടെ പോയി. 6 മാസം പല തവണയായി പാടി നോക്കി വന്നാലോ. അപ്പൊ അതിന്റെ കൂടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. മെഹബൂബായി പാടി വെച്ചിട്ടുണ്ട്, ഈ പ്രേമം എന്നാലെന്ത്, അത് മനുഷ്യനെ പിരിവെട്ടി കറക്കണ്ട പിതാന്ത് പ്രേമം. അങ്ങനെ ഒരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അതും കൂടി കൂട്ടി വായിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത യാത്രയില്ല. അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിന്റെ മോന്ത ഉണ്ടെന്ന് മാത്രം. അങ്ങനെ. പക്ഷെ താങ്കളത് മറന്നില്ല. ഇപ്പോഴും മറക്കുന്നില്ല. ഇല്ല, മറക്കാൻ പറ്റില്ല. ആ മുഖം ഉണ്ട്. താങ്കളുടെ പാട്ട് ആസ്വദിക്കുന്നൊരു മുഖമായിരുന്നു. അതെ, അതിന് ഞാൻ പറഞ്ഞല്ല, അവളെ കണ്ടതാണ് ഒരു ഗസൽ. അവളെ കണ്ടതിനെ മുൻനിർത്തി ഒരു ഗസൽ. ഏതായിരുന്നു അത്? നമ്മുടെ കവി വേണു വി ദേശം അദ്ദേഹത്തിന് ഈ സ്റ്റോറി പറഞ്ഞു കൊടുത്തു, താങ്കളുടെ ഈ സംഭവം. എന്നിട്ട് അദ്ദേഹം കുത്തിയിരുന്ന് 4 മാസത്തെ ശ്രമമാണ് പ്രണാം എന്ന ആദ്യത്തെ മലയാള ആൽബം. നിൻ മന്ദഹാസം കണ്ട നാൾ മുതൽ നിന്നെയോർപ്പൂ ഞാൻ, അനുരാഗഭാവഗാനം പാടി കാത്തിരുന്നു ഞാൻ. നിൻ മന്ദഹാസം കണ്ട നാൾ മുതൽ
ഭാഗ്യശ്രീ മെഹെ രാഘവ്. ഓ, അപ്പൊ അത് സ്വയം പാടി ആസ്വദിക്കുക. ഇതൊക്കെ അവൾ അറിയുന്നുണ്ടോ? അത് പോയിട്ടുണ്ടാവും. ആ 2 സെക്കൻഡ് മന്ദഹാസം സൃഷ്ടിച്ചിട്ടുള്ള. പക്ഷെ അവൾ മറ്റേത് ആസ്വദിച്ചിട്ടുണ്ട്. ദൂരക്കർണ കറോബാത്ത് കരിപാചാവ്. നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് മുഴുവൻ വേണമെങ്കിൽ താങ്കൾ ഈ സംഗീതത്തിൽ ഈ ലയിക്കുന്നത് പോലെ താങ്കളുമായിട്ടുള്ള സംഭാഷണത്തിന് വേണമെങ്കിൽ എനിക്ക് ഇന്ന് മുഴുവൻ വേണേൽ ലയിക്കാൻ പറ്റും. അത്രത്തോളം ഹൃദ്യമാണ് താങ്കളുമായിട്ടുള്ള ഈ സംഭാഷണം. ഒരു നല്ലൊരു ഗാനത്തോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അറിയാതെ നോവുന്ന ആത്മാവുമായി അനുരാഗ കോവിലിൽ ചെന്നു 100 ദുഃഖങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലിക്കൊരുപാട് നേരം ഞാൻ അറിയാതെ നോവുന്ന ആത്മാവുമായി അനുരാഗ കോവിലിൽ ചെന്നു 100 ദുഃഖങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി ഒരുപാട് നേരം ഞാൻ നിന്നു. അറിയാതെ നോവുന്ന ആത്മാവുമായി ഞാൻ ഈ ഗസൽ ഉപാസകൻ്റെ പ്രയാണം പുതിയ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും JB ജംഗ്ഷന് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും ഇവിടെ നേർന്നുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായി സമയം ചെലവഴിച്ച ഞങ്ങളുടെ സ്വന്തം ഉമ്പായിക്ക് താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഈ അവസരത്തിന് ഞാനും ഏറ്റവും നല്ലൊരു അവസരമാണ് JB ജംഗ്ഷനിൽ വരിക അല്ലേ. വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി, അംഗീകാരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ബിട്ടാജി ഒരു വലിയ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഏതായാലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷം.